ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പിച്ചെടുത്തുകൊണ്ടിരുന്ന സുധിയെ സച്ചിയും രേവതിയും വിളിച്ചുകൊണ്ട് കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം ചന്ദ്രമതിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല ഇത് സ്വന്തം മകൻ സുധിയാണെന്ന്. പിച്ചക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടനോട് പറയുന്നുണ്ട് ചന്ദ്രമതി. വിളിച്ചുകൊണ്ട് പോകാൻ പറയുന്നുണ്ട് ചന്ദ്രമതി. അപ്പോഴമ്മയെന്ന് വിളിക്കുന്നുണ്ട് സുധി. എനിക്ക് ഇവറ്റകളുടെ സൗണ്ടൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല, വിളിച്ചുകൊണ്ട് പോകാൻ പറയുമ്പോൾ അമ്മ ഇത് ഞാനാണെന്ന് സുധി പറയുന്നു. അന്നേരം ചന്ദ്രമതി ആകെ ഞെട്ടുന്നുണ്ട്. തൻ്റെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള മകൻ, ഒരുപാട് ഡിഗ്രികളൊക്കെ ഉള്ള മകൻ പിച്ചെടുക്കുന്നു. അത്രയും ഗതികെട്ട് പോകുമ്പോഴല്ലേ നമ്മൾ ഒരു പിച്ചി എടുക്കാനായിട്ട് പോകുന്നത്. തൻ്റെ മകൻ അത്രയും ഗതികേടായോ എന്നുള്ളത് വേവലാതിയിൽ ചന്ദ്രമതി വിഷമിച്ച് നിൽക്കുന്നതും വിഷമിച്ച് സുധിയോട് ഓരോന്നും ചോദിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. സച്ചി തന്നെ രക്ഷിച്ച കാര്യവും സച്ചി വീണ്ടും തല്ലിയ കാര്യമൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് എടുത്ത വായിൽ ചോദിക്കുന്നു, അച്ഛനെ വീണ്ടും സച്ചിയേട്ടൻ തല്ലിയോ എന്ന് ചോദിക്കുന്നു. അപ്പം വർഷ പറയുന്നു, ഇല്ല, നീ ചുമ്മാ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയുമ്പം വർഷ കാര്യം പറയുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിലും വലിയ തിരിച്ചടി ഇനി ചന്ദ്രമതിക്ക് കിട്ടാനില്ല. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ പിച്ചെടുക്കുന്ന വിവരം അറിഞ്ഞപ്പം സച്ചിയൊക്കെ ആണെങ്കിൽ വണ്ടി ഓടിക്കാൻ പോകുന്നത് തീരെ ഇഷ്ടമല്ലാത്ത ചന്ദ്രമതി തൻ്റെ മകൻ്റെ ഈ അവസ്ഥ ഓർത്തിട്ട് ദുഃഖിക്കുന്ന സീനാണ് കാണാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.